എല്ലാവർക്കും നമസ്കാരം. കേരള PSC വഴി 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മികച്ച സർക്കാർ ജോലി അവസരത്തെക്കുറിച്ചാണ് ഇന്ന് വിശദമായിട്ട് സംസാരിക്കുന്നത്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് തുടങ്ങിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ വകുപ്പുകളിലേക്കാണ് ഇപ്പോൾ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇത് സാധാരണ റിക്രൂട്ട്മെന്റ് അല്ല. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി നടത്തുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അതിനാൽ SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, അവർക്ക് ഉപകാരപ്പെടും. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ആദ്യം പോസ്റ്റിന്റെ അടിസ്ഥാന വിവരങ്ങൾ കാണാം. പോസ്റ്റിന്റെ പേര് വരുന്നത് ഓഫീസ് അറ്റൻഡന്റ് ആണ്. കേരള സർക്കാരിന്റെ വിവിധ പ്രധാന വകുപ്പുകളിലായിരിക്കും നിയമനം ലഭിക്കുക. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള PSC, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നീ വകുപ്പുകളിലാണ് നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരൊറ്റ അപേക്ഷ നൽകിയാൽ മതി. എല്ലാ വകുപ്പുകളിലേക്കുമുള്ള റാങ്ക് ലിസ്റ്റ് ഒന്നായിരിക്കും. ഇനി ശമ്പളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 23,000 മുതൽ 50,200 വരെ ശമ്പള സ്കെയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൂടാതെ DA, HR, മെഡിക്കൽ ബെനിഫിറ്റ്സ്, ലീവ് ബെനിഫിറ്റ്സ്, പെൻഷൻ ബെനിഫിറ്റ്സ് ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കും. അതായത് 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ളവർക്ക് സ്ഥിര സർക്കാർ ജോലി നേടാനുള്ള മികച്ച അവസരമാണിത്. ഇവിടെ ഒഴിവുകളുടെ എണ്ണം നിലവിൽ 5 ആണ്. എന്നാൽ PSC റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള കാലയളവിൽ റിപ്പോർട്ട് ചെയ്യുന്ന പുതിയ ഒഴിവുകളിലേക്ക് നിയമനം നടക്കും. അതിനാൽ ഇപ്പോൾ 5 ഒഴിവുകൾ മാത്രമാണെങ്കിലും ഭാവിയിൽ കൂടുതൽ നിയമന സാധ്യതയുണ്ട്. റാങ്ക് ലിസ്റ്റ് കുറഞ്ഞത് 1 വർഷം, പരമാവധി 3 വർഷം നിലവിലുണ്ടാകാം. ഇനി പ്രായപരിധി പരിശോധിക്കാം. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 1981 ജനുവരി 2 മുതൽ 2008 ജനുവരി 1 വരെ ജനിച്ചവർക്ക് അർഹതയുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ കുറവുണ്ടെങ്കിൽ പരമാവധി 50 വയസ്സ് വരെ ഇളവ് നൽകാനും നോട്ടിഫിക്കേഷനിൽ വ്യവസ്ഥയുണ്ട്. ഇനി വിദ്യാഭ്യാസ യോഗ്യത വളരെ ലളിതമാണ്. SSLC അഥവാ 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. ഇതിനു പുറമെ മറ്റ് ടെക്നിക്കൽ യോഗ്യതകളോ ഡിപ്ലോമയോ ഡിഗ്രിയോ നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ കേരള PSC വഴി 10ാം ക്ലാസ് യോഗ്യതയിൽ ലഭിക്കുന്ന മികച്ച അവസരങ്ങളിലൊന്ന് ഈ വിജ്ഞാപനത്തെ കണക്കാക്കാം. ഇനി ജോലി എന്തായിരിക്കുമെന്ന് കാണാം. ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ ഫയലുകൾ കൊണ്ടുപോകൽ, രേഖകൾ വിതരണം ചെയ്യൽ, ഓഫീസുമായി ബന്ധപ്പെട്ട പൊതുവായ സഹായ ജോലികൾ, വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക രേഖ കൈമാറ്റം, ഓഫീസ് ക്രമീകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ചുമതലകളായിരിക്കും. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരമാണിത്. ഇനി സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് കാണാം. സാധാരണ PSC ഓഫീസ് അറ്റൻഡന്റ് നിയമങ്ങളിൽ OMR പരീക്ഷയാണ് പ്രധാനമായും നടത്തുന്നത്. പരീക്ഷയിൽ പൊതുവിജ്ഞാപനം, നിലവിലെ സംഭവങ്ങൾ, കേരള ചരിത്രം, ഇന്ത്യൻ ഭരണഘടന, ശാസ്ത്രം, ഗണിതം, മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. PSC പരീക്ഷാ കലണ്ടറിൽ പിന്നീട് പരീക്ഷാ തീയതി പ്രസിദ്ധീകരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം വളരെ ലളിതമാണ്. കേരള PSC ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർ അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപ്ലൈ നൗ ബട്ടൺ അമർത്തി അപേക്ഷ സമർപ്പിക്കണം. പുതിയ ഉദ്യോഗാർത്ഥികൾ ആദ്യം PSC ഓൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അപേക്ഷ ഫീസ് ഇല്ല എന്നതും വലിയ പ്രത്യേകതയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 1 രാത്രി 12 മണി വരെയാണ്. അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുന്നത് നല്ലതാണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് SSLC സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡ്, മറ്റാവശ്യമായ രേഖകൾ എന്നിവ ഹാജരാക്കേണ്ടി വരും. കമ്മ്യൂണിറ്റി സംബന്ധമായ വിവരങ്ങൾ വ്യത്യാസമുണ്ടെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആവശ്യമായി വരാം. ഈ ജോലി നേടാൻ തയ്യാറെടുക്കുന്നവർ ഇപ്പോൾ തന്നെ ദിവസവും കുറഞ്ഞ 2 മുതൽ 3 മണിക്കൂർ വരെ PSC പഠനത്തിനായി മാറ്റിവെക്കണം. മുൻവർഷ PSC ഓഫീസ് അറ്റൻഡന്റ് ചോദ്യപേപ്പറുകൾ പഠിക്കുക, ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുക, SCERT പുസ്തകങ്ങൾ റിവൈസ് ചെയ്യുക എന്നിവയ്ക്ക് മുൻഗണന നൽകുക. ഈ റിക്രൂട്ട്മെന്റിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ സെക്രട്ടേറിയറ്റ് പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന അർഹരായ എല്ലാവരും ഇന്ന് തന്നെ PSC പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കുക. അവസാന തീയതി ജൂലൈ 1 ആണെന്ന കാര്യം മറക്കരുത്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റ് വഴി പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.